ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ തലേദിവസം കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ഞാനാണ് ചെയ്തത് കേട്ടോ. ഡെഫിനറ്റ്ലി കാലത്തൊട്ട് രാത്രി വരെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ മേക്കപ്പും ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ എന്തുണ്ടായാലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഈ ഡെർമാ ടച്ചിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അടിയിൽ തരാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അഗെയിൻ എക്കോളജിക്കയുടെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ലിപ് ബാം. നിങ്ങൾ ഹെവി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ലിപ് ബാം പറ്റാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ എക്സെൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വൈപ്സ് വെക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അത് മായ്ക്കാനും. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെക്കുക. ജസ്റ്റ് വെറ്റ് ചെയ്തിട്ട് വെക്കുക. എല്ലാ വെള്ളവും കളഞ്ഞ് നല്ല രീതിയിലുള്ളത് ആക്കിയിട്ട് വെക്കുക. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യുക. കളർ കറക്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ, നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എനിക്ക് ലൈറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അപ്ലൈ ചെയ്തിട്ട് എവിടേക്കാണ് ഫേസിൽ ഡാർക്ക് സർക്കിൾസോ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളത് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ നെക്കിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഫുള്ളായിട്ട് ഞാൻ നെക്ലെസ് ഇട്ട കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ നെക്ലെസ് ഇട്ട ഭാഗത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നെക്ലെസ് ഒന്നും ഇടാണ്ട് മേക്കപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യട്ടോ. ഒരു അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു ഫൗണ്ടേഷനാണത്. ബിൽഡബിൾ കവറേജ് ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് അത്ര ഹെവി ആയിട്ട് തോന്നില്ല. എസ്പെഷ്യലി നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഹുഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ നല്ലതാണ്. ബട്ട് അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾ മേക്കപ്പ് കല്യാണത്തിനൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇത് അപ്ലൈ ചെയ്യുക, നന്നായി എല്ലായിടത്തേക്കും ബ്ലെൻഡ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ ഈ ചെവിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസും ഈ മേക്കപ്പ് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ കാണാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഷെയ്ഡിൽ തന്നെ എടുക്കുക. ബട്ട് സ്റ്റിൽ ആ ചെവി ഭാഗത്തൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഒരു കൺസീലർ ഉപയോഗിക്കുകയാണ്. ഇത് മേബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ്. ഇതിൽ ഇച്ചിരി ലൈറ്റായിട്ടുള്ള കൺസീലറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ നല്ല ഹെവി ആയിട്ടുള്ള കൺസീലറാണ്. ഇത് ഇത്തിരി ലൈറ്റാണ്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഫേസിൽ എവിടെയൊക്കെയാണ് എനിക്ക് ഹൈ പോയിൻറ്റ്സ്, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ, നമ്മുടെ നെറ്റിയിൽ, പിന്നെ നോസിൻ്റെ അവിടെ, പിന്നെ നമ്മുടെ എന്താ പറയുക ലിപ്സിൻ്റെ മുകളിലും അടിയിലായിട്ട്, അവിടെയൊക്കെ നമ്മുടെ ലൈറ്റ് എന്താ പറയുക ലൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് എപ്പോഴും നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ ഫോളോ ചെയ്യുക. നിങ്ങൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇല്ലേ, അത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അവിടെ ആ മേക്കപ്പ് അവിടെ സെറ്റായി. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സെറ്റിംഗ് പൗഡർ ഉണ്ട്, ലാക്മേയുടെ സെറ്റിംഗ് പൗഡറാണ്. ഇതൊരു പീച്ച് കളറാണ് പോലത്തെ ഒരു കളറാണ്. ബട്ട് എനിക്ക് നല്ല സൂട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അത് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പെഷ്യലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് മേക്കപ്പ് വേർത്തിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി ബ്യൂട്ടി ബ്ലെൻഡർ ഇത്തിരി വെറ്റാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പ്രോഡക്റ്റ് അവിടെ ഡിസ്പേഴ്സ് ആവും ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ആ പൗഡർ തന്നെ ഇച്ചിരി എടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗങ്ങളാണ് ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഈ ഒരു ബ്യൂട്ടി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യണമെന്നില്ല. ബട്ട് എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ ഞാൻ ഈ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരേ ലെയർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ലെയർ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അത് നീങ്ങില്ല കേട്ടോ. ഡെഫിനറ്റ്ലി നീങ്ങില്ല. ഞാൻ എന്തായാലും തലേദിവസത്തെ മേക്കപ്പ് ഞാൻ ചെയ്തത് കാലത്ത് ഒരു 8 മണിക്ക് തൊട്ടിട്ട് ഐ തിങ്ക് 9:30 വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി 8 മണിക്ക് 9 മണിക്കാണ് റിമൂവ് ചെയ്തത്. അതുവരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ട്രിക്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മാറ്റ് ലുക്കിൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് പൗഡർ പ്രൊഡക്റ്റാണ് വരുന്നത്. നിങ്ങൾ ഐബ്രോസ് തീരെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പെൻസിൽ ലൈക്ക് എന്താ പറയുക ഐബ്രോ പെൻസിൽ കിട്ടും, അത് ഉപയോഗിക്കുക കേട്ടോ. ഡെഫിനറ്റ്ലി ഐബ്രോസ് എന്തായാലും ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. എൻ്റെ ഐബ്രോസ് ഇച്ചിരി അൺഈവനാണ്, പക്ഷെ നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എവിടേക്കാണ് എനിക്ക് ഐബ്രോസിൽ ഹെയർ മിസ്സിങ്ങോ അല്ലെങ്കിൽ ഷേപ്പ് ഇല്ലാന്ന് തോന്നുന്നു അവിടെ മാത്രം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഈ പ്രോഡക്റ്റ്. എന്നിട്ട് ഞാൻ ഈ ഒരു സ്പൂളി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും പ്രോഡക്റ്റ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയി പോകും. നെക്സ്റ്റ് അഗെയിൻ ഞാൻ ആ ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ എടുത്തിട്ട്
എൻ്റെ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതൊന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആ ഫസ്റ്റ് ഉപയോഗിച്ച സെറ്റിംഗ് പൗഡർ തന്നെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു പൗഡർ പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അവിടെ പാച്ച് ആയിട്ട് നിൽക്കും. നമുക്കത് പൗഡർ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങനെ സ്ലൈഡായി പോകണം. അപ്പോൾ അതിനാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ഒരു കാജൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മുകളിലൊന്ന് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ എന്ത് സാരിയുടെ ഒപ്പായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഞാനിതിൽ ബ്രൗൺ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളർ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നോർമലി നമ്മുടെ എന്ത് വെഡ്ഡിങ് ലുക്കിലായാലും ഒരു ഗോൾഡ് കളർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ക്രീസ് ലൈനിൽ. ജസ്റ്റ് ക്രീസിൻ്റെ മുകളിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഔട്ടർ പാർട്ടിൽ ജസ്റ്റ് ഒരു വി പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിതിൽ വീഡിയോയിൽ പരമാവധി എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എത്ര ബ്ലെൻഡ് ചെയ്യണോ എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വി പാർട്ട് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ആ ഗോൾഡൻ ഐ ഷാഡോ എടുക്കുകയാണ്. ഈ ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞ പാലറ്റിൽ ഏകദേശം എല്ലാ കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റിയ എല്ലാ കളേഴ്സ് അതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ബ്രഷ് കൊണ്ട് പിഗ്മെൻറ്റേഷൻ കിട്ടില്ല എന്ന് തോന്നിയ കാരണം ഞാൻ കൈ കൊണ്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതെന്നെ നല്ല ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഐ ഷാഡോ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലധികം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് വെഡ്ഡിങ് ആയാലും എന്തിനായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐലൈനർ എടുത്തിട്ട് ഞാനൊരു ഐലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നും നടത്തരുത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എനിക്കറിയാം ഐലൈനർ എനിക്ക് കാലത്ത് അപ്ലൈ ചെയ്താൽ രാത്രി വരെ വേണമെങ്കിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നു. കാരണം എനിക്കത് നല്ലോണം അതുകൊണ്ട് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ കണ്ണ് ഇതിൽ ഭംഗിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കാജൽ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ അടിഭാഗത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി അഗെയിൻ ആ ഫസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത പോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഈ അപ്ലൈ ചെയ്ത ഐലൈനർ എന്താ പറയുക കാജൽ ഞാൻ അപ്ലൈ ചെയ്തില്ല അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് നല്ല വിടർന്ന് കാണുകയും ചെയ്യും. ആ അപ്ലൈ ചെയ്ത കാജൽ ഇങ്ങോട്ട് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കാജൽ അപ്ലൈ ചെയ്തിട്ട് മൊത്തം മുഖത്തേക്ക് ഇറങ്ങി വരും, അത് വരില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ എടുക്കും. നെക്സ്റ്റ് ഞാൻ വൈറ്റ് കാജൽ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നല്ല വിടർന്ന പോലെ തോന്നും. പിന്നെ ഞാൻ ഈ ഒരു മേബിലിൻ്റെ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എന്തായാലും നിൽക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു മസ്കാര നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാര വേണമെങ്കിൽ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൾസ് ലാഷസ് അപ്ലൈ ചെയ്യാം. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു റെനയുടെ എന്താ പറയുക ഒരു ബ്ലാക്ക് ഇതൊരു ലിപ് ഗ്ലോസ് പോലെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏതൊരു ഷെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രൗൺ കളർ ഉണ്ടാവും. ആ ബ്രൗൺ കളർ വെച്ചിട്ട് നിങ്ങളുടെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡിഫറൻസ് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. നമ്മുടെ ലിപ്സ് നല്ല എന്താ പറയുക കുറച്ചുകൂടി വലുതായിട്ട് തോന്നാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ലിപ്പ് ലൈനർ എന്തായാലും ചെയ്യുക. നിങ്ങളുടെ കളറിലുള്ള ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ വെച്ചാൽ ലിപ്സ്റ്റിക്കിൻ്റെ കളറിൻ്റെ സെയിം ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഏത് കളറിനായാലും ബ്രൗൺ ചൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻസ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഔട്ട്ഫിറ്റിനും ഈ ഒരു ഐ മേക്കപ്പിനും എന്ത് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 3 ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 2 ഓപ്ഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക്ക് ലെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ഞാൻ ആ റെഡ് അപ്ലൈ ചെയ്തപ്പോൾ റെഡ് കളർ എനിക്ക് ഇഷ്ടമായി. ബട്ട് ഇച്ചിരി ഭയങ്കര ഗ്ലോസി ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഇത്തിരി മാറ്റ് ലുക്കാണ് വേണ്ടിയിരുന്നത്. ഐ ഷാഡോ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഐ ഷാഡോ ആണല്ലോ. അപ്പോൾ ഞാൻ മാറ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗൺ ന്യൂഡ് കളറും കൂടി മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് മാറ്റായി. പിന്നെ നെക്സ്റ്റ് ബ്ലഷ് അപ്ലൈ ചെയ്യുക. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അപ്ലൈ ചെയ്യാം. ആ ഒരു ഹെൽത്തി എന്താ പറയുക ഗ്ലോയി ലുക്കിംഗ് സ്കിൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് അപ്പോൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു പീച്ച് കളർ ബ്ലഷാണ് കേട്ടോ ഓപ്റ്റ് ചെയ്തത്. പിന്നെ ഷുഗറിൻ്റെ കോൺടോറാണ്. കോൺടോർ പൗഡർ എടുത്തിട്ട് ജസ്റ്റ് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പൗഡർ കോൺടോറാണ് ഒന്നുകൂടി നല്ലത്. നമുക്ക് സ്പെഷ്യലി നമ്മൾ ബേസിക് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ പൗഡർ കോൺടോറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രീം ബ്ലഷൊക്കെ ഉപയോഗിച്ചാൽ ബ്ലെൻഡ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ അത് അപ്ലൈ ചെയ്തിട്ട് എവിടേക്കാണ് എൻ്റെ ഫേസിൽ
എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി എന്താ പറയുക ഡയമെൻഷൻ കൊടുക്കാൻ പറ്റുക. എവിടേക്കാണ് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫേസിൻ്റെ ചീക്സിൻ്റെ കടിയിലായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസിന് ഒന്നുകൂടി സ്ലിമ്മറായിട്ടുള്ള ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ബട്ട് ഞാൻ ജസ്റ്റ് ഈ വലിയ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും ഒരു ഹാഷ് ലൈൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു ഹൈലൈറ്റർ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ചെറിയ ബ്രഷ് എടുത്ത് നമുക്ക് എവിടേക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷൈൻ നല്ല സൂപ്പറായിട്ട് നല്ല ഷൈൻ ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ ഒരു ഗ്ലോയിങ് സ്കിന്നാണ് വേണ്ടത്. അപ്പം ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചീക്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക, നോസിൻ്റെ മുകളിൽ ഒരു എക്സ്ക്ലമേഷൻ പോയിന്റ് പോലെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചുണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈറ്റ് എവിടേക്ക് ഹിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മുടെ ഫേസ് ഷൈനി ആയിരിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ടെമ്പിൾസിൽ എന്ന് വെച്ചാൽ ഫോർഹെഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട്. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ നമ്മൾ ഈ ഐഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന മുകളിൽ ഇപ്പം ഞാൻ കാണിച്ച പോലെ എന്തായാലും ചെയ്യണം. പിന്നെ ഇന്നർ കോർണറിൽ ചെയ്താൽ നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. എൻ്റെ കണ്ണ് നല്ല ഓപ്പൺ ആയിട്ട് തോന്നും. ഒറ്റയടിക്ക് നമ്മൾ അത് അപ്ലൈ ചെയ്ത് നമ്മുടെ ലൈറ്റ് ഹിറ്റ് ചെയ്യണ ഒരു ഇത് മാറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയി ആയിട്ട് നമ്മുടെ കണ്ണ് നല്ല അങ്ങനെ വിടർന്ന് നിൽക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊന്നും ചെയ്യുക. പിന്നെ ഈ ഒരു കോൺടോർ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ നോസ് തന്നെ ലൈറ്റായിട്ട് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിയിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് ചെയ്യരുത്. മുകളിൽ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഐഷാഡോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കളയാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡറിൽ അടിച്ചിട്ട് ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിങ്ങിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രൈമർ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഞാൻ എൻ്റെ മേക്കപ്പ് ഞാൻ അന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ മറന്നു പോയതാണ് കാണിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഹെയർ സ്റ്റൈൽസ്. ഞാനത് സിമ്പിളായിട്ട് ഒരു ബേസിക് ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തത്. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.